നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തിലെ 2-ാം ദശകത്തിലെ പ്രഥമ ശ്ലോകമാണ്. ശ്ലോകമാദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സൂര്യസ്പർദ്ധികിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടലശ്രീവത്സദീപ്രം ഭജേ. ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ഭജേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വത് രൂപം വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ഭജേ. ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോദ്ഭാസി ഫാലാന്തരം കാരുണ്യാകുല നേത്രം ആദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യൻ മകരാഭ കുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ത്വത് രൂപം അഹം ഭജേ. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. സൂര്യനോട് മത്സരിക്കുന്ന കിരീടം, ഗോപിക്കുറി ചാർത്തി മിന്നുന്ന മനോഹരമായ നെറ്റിത്തടം, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന നേത്രങ്ങൾ, കുളിർമയുള്ള പുഞ്ചിരി, മനോഹരമായ നാസിക, കവിൾത്തടങ്ങളിൽ പ്രതിബിംബിച്ചു തിളങ്ങുന്ന മകരകുണ്ടലങ്ങൾ, കണ്ഠത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭം, വനമാലഹാരങ്ങൾ, ശ്രീവത്സം എന്നിവയാലും പ്രകാശിക്കുന്ന അങ്ങയുടെ ആ വൈകുണ്ഠ രൂപത്തെ ഞാൻ വന്ദിക്കുന്നു, നമസ്കരിക്കുന്നു എന്ന് അർത്ഥം.